തനിമയാർന്ന മലയാള സംസാര ശൈലിയിലൂടെ മലയാളികളുടെ നെഞ്ചിലിടം നേടിയ ആ അമേരിക്കൻ മല്ലുവിനെ ഓർമ്മയില്ലേ? അതെ, നമ്മുടെ സ്വന്തം ക്രിസ്റ്റഫർ. സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ആരാധകരുള്ള ക്രിസ് ഇപ്പോൾ തന്റെ ജീവിതത്തിൽ വളരെ നിർണായകമായ ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു വലിയ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. For me, in my case, I intend to pursue a calling to the religious life and the priesthood. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ സോഷ്യൽ മീഡിയയുടെ ആ ഗ്ലാമർ ലോകമെല്ലാം ഉപേക്ഷിച്ച് ക്രിസ് കത്തോലിക്ക സന്യാസ വഴിയിലേക്ക് വൈദിക ജീവിതത്തിലേക്ക് ചുവടുവെക്കുകയാണ്. എന്താണ് ക്രിസിനെ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നയിച്ചത്? നമുക്ക് നോക്കാം. കേരളത്തെയും കേരള സംസ്കാരത്തെയും ഒരുപാട് സ്നേഹിച്ച ക്രിസ്റ്റഫറിന്റെ ആദ്യ വീഡിയോകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൻ തരംഗമായിരുന്നു. എന്നാൽ ക്രിസ് വൈറലായി വെറും ഒരു മാസത്തിന് ശേഷമാണ് മലയാളികളെയും അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സിനെയും ഒരുപോലെ സങ്കടത്തിലാക്കിയ ആ വാർത്ത പുറത്തു വരുന്നത്. ക്രിസിന് ക്യാൻസർ സ്ഥിരീകരിച്ചു. പരിശോധനകളിൽ രോഗം 4ാം ഘട്ടത്തിലേക്ക് കടന്നതായി ഡോക്ടർമാർ വിധിയെഴുതി. ആർക്കും താങ്ങാൻ കഴിയാത്ത വലിയൊരു ആഘാതമായിരുന്നു അത്. എന്നാൽ അവിടെയാണ് ആ അത്ഭുതം സംഭവിക്കുന്നത്. 2025 ഈസ്റ്റർ ദിനത്തിൽ തന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ വലിയൊരു ഇടപെടൽ ഉണ്ടായതായി ക്രിസ് സാക്ഷ്യപ്പെടുത്തുന്നു. തുടർന്ന് മെഡിക്കൽ ലോകത്തെ പോലും ഒന്നടങ്കം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 2025 നവംബറോടെ ക്രിസ്റ്റഫറിന്റെ ക്യാൻസർ രോഗം പൂർണ്ണമായും ഭേദമാവുകയും ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്തു. തന്റെ ഇൻസ്റ്റഗ്രാമിൽ ക്രിസ് കുറിച്ച വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ആദ്യം ഈ അത്ഭുത രോഗശാന്തി പുറത്തു പറയേണ്ട എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ എനിക്കതിന് സാധിക്കില്ല. കാരണം സർവശക്തനായ ദൈവം എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ക്രിസ്റ്റഫർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും സജീവമായിരിക്കുന്നത്. തന്റെ ക്യാൻസർ രോഗവിമുക്തി ദൈവത്തിന്റെ ഒരു പ്രത്യേക ലക്ഷ്യത്തിന്റെ ഭാഗമാണെന്ന് ക്രിസ് ഉറച്ചു വിശ്വസിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷമായി പ്രാർത്ഥനയ്ക്കും ആത്മീയ ചിന്തകൾക്കുമായി മാറ്റിവെച്ച സമയത്താണ് സന്യാസ ജീവിതത്തിലേക്കുള്ള ദൈവവിളി താൻ തിരിച്ചറിഞ്ഞതെന്ന് ക്രിസ് പറയുന്നു. ഇതിനൊപ്പം മറ്റൊരു കാര്യം കൂടി ക്രിസ് പങ്കുവെക്കുന്നുണ്ട്. ആഗോള കത്തോലിക്ക യുവജന പ്രസ്ഥാനമായ ജീസസ് യൂത്ത് നൽകിയ പ്രചോദനവും സ്വാധീനവും ഈ തീരുമാനത്തിന് പിന്നിൽ വളരെ വലുതാണ്. കഴിഞ്ഞ 10 വർഷമായി ഈ പ്രസ്ഥാനവുമായി ക്രിസ്റ്റിന് അടുത്ത ബന്ധമുണ്ട്. സോഷ്യൽ മീഡിയയുടെ തിളക്കമുള്ള ലോകത്തു നിന്നും ആത്മീയതയുടെയും സേവനത്തിന്റെയും പുതിയൊരു വഴിയിലേക്ക് ചുവടുവെക്കുന്ന ക്രിസ്റ്റഫറിന് എല്ലാവിധ ഭാവങ്ങളും പ്രാർത്ഥനകളും നേരാം. ക്രിസിന്റെ ഈ പുതിയ തീരുമാനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത്.